PCOD ഉണ്ടെങ്കിൽ ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. പലരും ചെയ്യുന്ന ഇനി പറയാൻ പോകുന്ന 4 മിസ്റ്റേക്ക് കാരണം പലപ്പോഴും റിസൾട്ട് കിട്ടാണ്ട് വരാറുണ്ട്. ആദ്യത്തേത് ദിവസേന ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ഒരു വിശ്രമവും ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാണ്ട് ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും. അതുപോലെ തന്നെ അത് ഹോർമോണൽ ഇംബാലൻസ് കൂട്ടാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത് കാർഡിയോ മാത്രം ചെയ്യണം. നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാർഡിയോ അല്ലെങ്കിൽ ഓടുക മാത്രം ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ഗെയിനിങ് നടക്കുന്നില്ല. അതുകൊണ്ട് സ്ട്രെങ്ത് ഗെയിനിങ് എക്സസൈസും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തേത് എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഹെവി വർക്കൗട്ടുകൾ ചെയ്യുന്നതിന്റെ മുന്നേ ഒരു പ്രീ വർക്കൗട്ട് മീൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ അഫക്ട് ചെയ്യും, ക്ഷീണം തോന്നാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തേത് 1-2 ആഴ്ച എക്സസൈസ് ചെയ്ത ശേഷം പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല എന്ന് കരുതിയിട്ട് എക്സസൈസുകൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, PCOD എന്ന് പറയുന്നത് ഒരു ദീർഘകാല അവസ്ഥയാണ്. അപ്പോൾ എപ്പോഴും റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസുകൾ ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.